ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വെള്ളക്കടലയും സേമിയും നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ 200 ഗ്രാം കടലെടുത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കടല കുതിർത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത്, ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചാൽ മതി. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ നല്ല പോലെ ഉടഞ്ഞ് കിട്ടുന്നൊരു പാകമായിട്ട് വേണം കിട്ടാൻ കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, കൈ കൊണ്ട് ഉടച്ചാൽ തന്നെ ഉടയും. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല കൂടി പോകണ്ട കേട്ടോ, കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുത്താവും വരിക. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കട്ലറ്റിൻ്റെ ഷേപ്പിലാണിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ സാധാരണ നമ്മൾ കട്ലറ്റിനൊക്കെ ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കടലായത് കാരണം തന്നെ വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ തിന്നായിട്ടുള്ള സേമിയ തന്നെ എടുക്കുക. ഇത് ഞാനിപ്പോൾ കുനാഫൻ്റെ സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ കനം കുറഞ്ഞ സേമിയ വേണം ഇതിന് നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വണ്ണുള്ള സേമിയ എടുക്കരുത്. ഇനി നമ്മൾ ഓരോന്നും മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയതിന് ശേഷം സേമിയയിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ലറ്റ് സാധാരണ ബ്രെഡ് ക്രംസിലാണ് ചെയ്യാറുള്ളത്. അതിന് പകരം നമ്മൾ സേമിയയിലൊന്ന് റോൾ ചെയ്തെടുക്കുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് തന്നെ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. സേമിയയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. കട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഉള്ളിയും മസാലയൊക്കെ വഴറ്റിയിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് ആ ഒരു പണിയൊന്നും നമുക്കില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ മൊരിയിച്ചെടുക്കുക. എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ, നല്ല ക്രിസ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഉൾഭാഗം ഒരുപാട് വേവാനൊന്നുമില്ല, വെന്ത കടലയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളി, പച്ചമുളക് ഇത്രയേ ഇട്ടിട്ടുള്ളൂ, വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കടലൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.